നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി മന്ത്ര മീഡിയയ്ക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് 3-4 പ്രാവശ്യം വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. മറ്റെവിടെയല്ല, നമ്മളുടെ മുണ്ടൂർ ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് 3-4 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ചുരുങ്ങിയത് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടുത്തെ ബന്ധപ്പെട്ട വൈസ് പ്രസിഡൻറ്റിനെയും പ്രസിഡൻറ്റും പോയി കണ്ടു. ബസ്സുകൾ എന്തുകൊണ്ട് കയറാത്തതിനെക്കുറിച്ച് സംസാരിച്ചു. ഉടനെ കയറാനുള്ള സംവിധാനം ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഏകദേശം 5-8 മാസം കഴിഞ്ഞു. ഇതുവരെ ഒരു ബസ് പോലും കയറിയിട്ടില്ല. പറഞ്ഞിട്ട് ഏകദേശം 5-8 മാസം കഴിഞ്ഞിട്ടുണ്ടാകും. അത് അങ്ങനെ പോട്ടെ എന്നല്ല, അത് തൽക്കാലം അവിടെ നിൽക്കട്ടെ. അത് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിയമ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും. അതെന്തൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. എന്തായാലും അതിനെക്കുറിച്ച് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇതുവരെ കയറ്റാത്തത് എന്നും ബസ്സിന് കയറ്റാത്തത് എന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അവിടെ ബാത്റൂമുണ്ട്. അതായത് മുഖ്യമന്ത്രിയുടെ 100 പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടൊരു ബാത്റൂം, അതും തുറന്നിട്ടില്ല. അവിടുത്തെ നേരത്തെ കുറേ കാടുണ്ടായിരുന്നു. കാട് പിടിച്ച കുറേ ചെടികളും മരങ്ങളും അങ്ങനെ ഒരു കാട് പിടിച്ച സ്ഥലം ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഞാൻ കുറേ വീഡിയോ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ കാടുകൾ മറ്റും വെട്ടിമാറ്റിയത്. അപ്പം അതല്ല, അവിടെ ഈ മുഖ്യമന്ത്രിയുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ 100 പരിപാടിപ്പെടുത്തിയ ഒരു ബാത്റൂമുണ്ട്. അതും ഒന്നും തുറന്നിട്ടില്ല. ടേക്ക് ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് ബാത്റൂമിൽ. അതെങ്കിലും തുറന്നു കൊടുത്താൽ ഒരു ബഹുമാനപ്പെട്ട പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് ഒരു സ്റ്റാഫിനെ നിയമിച്ച് അവിടെ ഈ ബസ് സ്റ്റാൻഡിന് പുറത്ത് ബോർഡെല്ലാം വെച്ച് ഒരു ബാത്റൂം സൗകര്യം ചെയ്ത് കൊടുത്താൽ, ബാത്റൂം ഓപ്പൺ ചെയ്താൽ തുറന്നു കൊടുത്താൽ അവിടുത്തെ കടക്കാർക്കും അതുപോലെ ദൂരയാത്ര പോകുന്നവർക്കും വളരെ ഉപകാരമായിരിക്കും. അവിടെ നിർത്തി ബാത്റൂമിൽ പോയി എല്ലാ ബാത്റൂമിൽ പോകാം. കുറച്ച് സമയം അവിടെ ചിലവഴിക്കുക, കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോകാം. അത്രയും നല്ല സൗകര്യമുണ്ട് അമ്പലത്തിൽ. എന്നിട്ട് പോലും ആ ബാത്റൂം തുറന്നു കൊടുക്കാത്തത് എന്താണ്, ആ ബാത്റൂം തുറക്കാത്തത് എന്താണ് എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് എനിക്കറിയില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അവസ്ഥ നോക്കാം, ബാത്റൂമിൻ്റെ അവസ്ഥ. കണ്ടില്ലേ ബാത്റൂമിൻ്റെ അവസ്ഥ? ഇതാണ് അവസ്ഥ. തുറന്നിട്ടില്ല. അതെങ്കിലും തുറന്നു കൊടുത്താൽ അവിടുത്തെ ചുറ്റുമുള്ള വ്യാപാരികൾക്കും അവിടുത്തെ സ്റ്റാഫുകൾക്കും വളരെ ഉപകാരമായിരിക്കും അവിടെ ബാത്റൂമിൽ പോകാനൊക്കെ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ദൂരയാത്ര പോകുന്നവർക്കെല്ലാം നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അത് മുഖ്യമന്ത്രിയുടെ 100 പരിപാടിയിൽ ഉൾപ്പെടുത്തി കെട്ടിയിട്ടുള്ളൊരു ബാത്റൂമാണത്. അതായത് അതിൻ്റെ അവസ്ഥയാണത്. ഇപ്പോൾ കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ ചിറക്കിൽപ്പടിയിൽ ഒരു ബാത്റൂം വരുന്നുണ്ട്. എത്ര നീറ്റായിട്ടാണ് ആ സംഭവം കെട്ടുന്നത്! അതൊന്ന് കാണണം. പഞ്ചായത്ത് അധികൃതരും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രതിനിധികളും ഇവിടുത്തെ ജനപ്രതിനിധി പോയി കാണും. എത്ര ഡീസൻ്റായിട്ട് കെട്ടുന്നത്! അവിടെ എനിക്ക് തോന്നുന്നു ആദ്യം ഒരു പാർട്ടി ഓഫീസായിരുന്നു തോന്നുന്നത്. അത് പൊളിച്ചു മാറ്റി ഇപ്പം നല്ല രീതിയിലാണത് കെട്ടുന്നത്. അത് എത്ര സൗകര്യമായിരിക്കും അവിടുത്തെ വഴിയാത്രക്കാർക്കും ചുറ്റുകടക്കാർക്കും. അതും കൂടെ ഒരു വരുമാന മാർഗം കൂടിയല്ലത്.
അതും അതേപോലെ ഒരു അതേപോലെ ഒരു സംഭവം, അതേപോലെ ഒന്ന് ഈ മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡിനുള്ളിലെ ബാത്റൂമിൽ വന്ന് പരീക്ഷിച്ചുകൂടെ? എത്രയോ ചുറ്റുള്ള വ്യാപാരികൾക്കും അവിടുത്തെ സ്റ്റാഫുകൾക്കും ജീവനക്കാർക്കും എത്ര ഉപകാരമായിരിക്കും. അതുകൂടാതെ ദൂരയാത്ര പോണവർക്കും പോയിട്ട് വരുന്നവർക്കും അവിടെ വരുന്നവർക്കും നല്ല സൗകര്യമായിരിക്കും. എന്തായാലും ഞാൻ ഇതിൽ കൂടുതൽ അന്വേഷിച്ച് ബഹുമാനപ്പെട്ട മുണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റിനെയും വൈസ് പ്രസിഡൻ്റിനെയും ഉടൻ പോയി ഞാൻ കാണുന്നുണ്ട്. അതിനുശേഷം കൂടുതൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് ബാത്റൂം ഇതിനുള്ള സൗകര്യം ചെയ്യട്ടെ. ഇതിനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. എന്തായാലും ഞാൻ പോയി ബഹുമാനപ്പെട്ട പ്രസിഡൻ്റിനെയും ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡൻ്റിനെയും പോയി കാണുന്നുണ്ട്. ഏകദേശം 2 ദിവസത്തിനുള്ളിൽ പോയി കാണാൻ 2 ദിവസത്തിൻ്റെ തീർച്ചയായും കാണും. ഞാൻ എന്തായാലും 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ആഴ്ച പോയി കണ്ടിട്ട്, ഈ ആഴ്ച പോയി നേരിൽ കണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിൻ്റെ വാർത്ത ചെയ്യുന്നതായിരിക്കും. വേറെ രസം എന്തറിയോ, ഇതുവരെയും മുണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷത്തെ 2 ആളുകളും, കോൺഗ്രസ്സിലെ പ്രതിനിധികളും അതുപോലെ തന്നെ BJPയിലെ പ്രതിനിധികളും ആരും ഇതുവരെ ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇതിനെതിരെ ആരും പ്രതികരിച്ചിട്ടില്ല, ആരും പ്രതിഷേധിച്ചിട്ടില്ല. 2 പേരും പ്രതിപക്ഷത്തിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന BJPയിലെ ആളുകളെ തോന്നുന്നു. അവരെങ്കിലും പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷ നിലയ്ക്ക് ആരും പ്രതികരിച്ചിട്ടില്ല, ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടുമില്ല ഈ ബാത്റൂം സൗകര്യം. അതുപോലെ കോൺഗ്രസിൻ്റെ ആൾക്കാരും ആരും പ്രതികരിച്ചിട്ടില്ല, ഇതിനെതിരെ ആരും പ്രതിഷേധിച്ചിട്ടില്ല, ഇതിനെതിരെ ആരും പ്രതികരിച്ചിട്ടുമില്ല. 2 കൂട്ടരുടെയും ജനപ്രതിനിധികൾ ആരും. അതുപോലെ തന്നെ അവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന് നടക്കുന്ന ആരും ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും മിണ്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ദയവ് ചെയ്ത് പ്രതിപക്ഷത്തെ ആളുകളോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആളുകളോ അതിലെ ജനപ്രതിനിധികളോ ആരും പ്രതികരിച്ചില്ലെങ്കിലും ദയവ് ചെയ്ത് അവിടുത്തെ പൊതുപ്രവർത്തകർ എന്ന് നടക്കുന്ന ആളുകളെങ്കിലും ഇതിനെതിരെ പ്രതികരിക്കണം, പ്രതിഷേധിക്കണം.